അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു ഹോഴ്സ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈച്ചയാണ്. ആ വാക്ക് അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുതിര ഈച്ച. അപ്പോൾ ഇത് ഡാർക്ക് ജയന്റ് ഹോഴ്സ് ഫ്ലൈയുടെ യൂറോപ്പിലുള്ള ഒരു വേർഷന്റെ ഒരു ലൈറ്റർ കളറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ ആ ടബാനസ് സെഡേറ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പീഷീസ് കേരളത്തിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കണ്ടുവരുന്ന ഒരു സ്പീഷീസ് അല്ല. കേരളത്തിൽ കണ്ടുവരുന്ന ഹോഴ്സ് ഫ്ലൈസിൽ ഇതുമായിട്ട് സാമ്യമുള്ളത് ടബാനസ് റുബീഡിയസും ടബാനസ് ട്രയാറ്റസും ആണ്. പക്ഷേ ഇതിന്റെ ഒരു സ്പീഷീസ് അത്രയ്ക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ടബാനസ് ജനസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടബാനസ് എന്ന് പറയുന്നത് ടബാനിയുടെ ഫാമിലിയിൽപ്പെട്ട ഹോഴ്സ് ഫ്ലൈസിന്റെ ഒരു ജനസാണ്. ചില ഐലൻഡുകളിലും പിന്നെ അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലും ഹവായിലും ഒഴിച്ച് ലോകം മുഴുവനും ഈ ടബാനസ് ജനസിലുള്ള ഏതെങ്കിലും ഒരു ഈച്ച കാണും. അപ്പോൾ ഇവരുടെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടുകൾ, വെറ്റ്ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ്, അഗ്രികൾച്ചർ സോൺസ്, പിന്നെ ഗാർഡൻസ് എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈച്ചകളാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഒരു ഡയറ്റ് ആൻഡ് ഫീഡിംഗ് ബിഹേവിയറിലേക്ക് വരാം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പ്രത്യേകിച്ചും ഈ ഈച്ചകളുടെ കാര്യത്തിൽ. കാരണം ഇവരുടെ മെയിൽസ് കഴിക്കുന്നത് തേനും പൂമ്പൊടിയും ഒക്കെ ആണെങ്കിലും ഇവരുടെ ഫീമെയിൽസ് കഴിക്കുന്നത് രക്തമാണ്. അവർ ഹിമറ്റോഫാഗസ് ആണ്. അവരുടെ മുട്ടകളുടെ ഡെവലപ്മെന്റിനായിട്ട് ഈ ബ്ലഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ബ്ലഡ് ഫീഡ് ചെയ്യുന്നത്. ഇവരുടെ ലാർവാസും ഒട്ടും മോശമല്ല, പ്രെഡേറ്ററി ആണ്. വേറെ ക്രസ്റ്റേഷ്യൻസിനെയും പിന്നെ ലാവാസിനെയും ഒക്കെയാണ് അത് ഫീഡ് ചെയ്യുന്നത്. അത് ഹണ്ട് ചെയ്ത് ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെയിലിനെയാണ്. അത് പറയാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൗത്ത് പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അത് ഒരു സ്ട്രോ പോലെയും അതിൻ്റെ അറ്റത്തായിട്ട് ഒരു സക്ക് ചെയ്യണ മാതിരി ഒരു ചെറിയൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഈ പൂമ്പൊടിയൊക്കെ സക്ക് ചെയ്തെടുക്കാനും പിന്നെ തേൻ ഒക്കെ സക്ക് ചെയ്തെടുക്കാനും ഇതിൻ്റെ ഫീമെയിൽസിന് പക്ഷേ ഇതുപോലെ ഒരു മൗത്ത് പാർട്ടല്ല, അതൊരു സിസേഴ്സ് പോലെ ഇരിക്കും, ഒരു കത്രിക പോലെ ഇരിക്കും. പക്ഷേ എക്സാക്ട്ലി അതൊരു കത്രിക പോലെ അല്ല അത് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആ രണ്ട് സിസേഴ്സിൻ്റെ ആ ഒരു രണ്ട് ബ്ലേഡുകളും മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തിട്ടാണ് ആ മുറിവുകൾ ഉണ്ടാക്കുന്നത്. ഇവയുടെ ഉമിനീരിലുള്ള ആൻറ്റി കോയാഗുലൻസ് ഈ രക്തം കട്ട പിടിക്കാതെ സഹായിക്കും. ഒരു സ്പോഞ്ച് പോലെയോ സ്ട്രോ പോലെയുള്ള മൗത്ത് പാർട്ട് വെച്ചിട്ടാണ് ഈ പുറത്ത് വന്നിരിക്കുന്ന ഈ തളം കെട്ടിക്കിടക്കുന്ന രക്തം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവർ ഈ മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യും, പെറ്റ്സ് ആണെങ്കിലും ലൈഫ് സ്റ്റോക്ക് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ കൊതുകുകൾ പരത്തുന്ന മാതിരിയുള്ള എല്ലാ രോഗങ്ങളും ഈ ഈച്ചകളും പരത്താം. പിന്നെ കൊതുകിൻ്റെ മൗത്ത് പാർട്ട് എന്ന് പറയുന്നത് ഒരു സിറിഞ്ച് മാതിരി ആയതുകൊണ്ടും അത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചോരയൊന്നും വരത്തില്ല. പക്ഷേ ഇവർ നല്ല രീതിക്ക് വെട്ടിപ്പൊളിക്കും, നല്ലോണം വേദനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ആവാനും സാധ്യതയുണ്ട്. ഇത് കൂടാതെ നമ്മൾ വേറൊരു ഈച്ചയുടെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫ്ലഷ് ഫ്ലൈ എന്ന് പറയും, മാംസ ഈച്ച. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, അതായത് ഹോഴ്സ് ഫ്ലൈസിൻ്റെയും ഫ്ലഷ് ഫ്ലൈസിൻ്റെയും കോമ്പിനേഷൻ അത്യാവശ്യം പെറ്റ്സിന് ഒരു ലൈഫ് ത്രെറ്റനിങ് ആവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോഴ്സ് ഫ്ലൈസ് അത്യാവശ്യം നല്ല രീതിക്കാണ് മുറിവുകൾ ഉണ്ടാക്കിയേക്കണമെങ്കിൽ അവിടെ ഫ്ലഷ് ഫ്ലൈസ് കൊണ്ടുപോയിട്ട് ലാർവേനെ ഡെപ്പോസിറ്റ് ചെയ്യാനും അതൊരു ഇൻഫെസ്റ്റേഷൻ ആവാനും പിന്നെ ആ മൃഗം ചത്തുപോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇവരുടെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ തുമ്പികളുടെയും പൂമ്പാറ്റകളുടെയും ഒരു കോമ്പിനേഷൻ ലൈഫ് സൈക്കിളാണ് ഇതിനുള്ളത്. കാരണം ആദ്യത്തെ സ്റ്റേജ് എഗ് ലേയിങ് ആണ്, അത് കോമൺ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് തുമ്പികളുടെ ഒരു ലാർവ് പോലെയാണ്, അത് അക്വാറ്റിക് ആണ്, അക്വാറ്റിക്കും സെമി അക്വാറ്റിക്കും ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു പ്രെഡേറ്റർ ആണ്. പിന്നെ പ്യൂപ്പ ഫേസ് ആണ്, അത് നമ്മുടെ പൂമ്പാറ്റകളുടെ പോലെ, പക്ഷേ ഇത് മണ്ണിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ആണ്. അഡൽട്ട് ആയിട്ട് ഒരു 2 മാസം വരെയാണ് ഇത് ജീവിക്കുന്നത്. ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ് നല്ലൊരു പോളിനേറ്റർ ആണ്. പിന്നത്തെ ഇമ്പോർട്ടൻസ് ഇവരൊരു ഫുഡ് സോഴ്സ് ആണ് മറ്റുള്ള കിളികൾക്കും പ്രാണികൾക്കും ആംഫിബിയൻസിനൊക്കെ. കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഈ ജനസ് എൻഡേഞ്ചേർഡ് അല്ല, ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്പീഷീസുകൾ ചിലപ്പോൾ ചിലത് എൻഡേഞ്ചേർഡ് ആയിരിക്കാം. ഫാർമക്കോളജി സ്റ്റുഡൻസിന് താല്പര്യമുള്ള ഒരു ഏരിയയിലേക്ക് കിടക്കാം ഇതിന്റെ ഒരു മെഡിസിനൽ യൂസസ്. അതായത് ഈ ഈച്ചകളെ കൊന്ന് ഉണക്കി ചൈനീസ് മെഡിസിൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അതിന് വിളിക്കുന്നത് മെങ്ചോങ് എന്നാണ്. അപ്പോൾ ഈ മെങ്ചോങ് രക്തസ്തംഭം ചികിത്സിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് അമെനോറിയയും ട്രോമയും ചികിത്സിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അമെനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവം ഇല്ലാത്ത അവസ്ഥ. പിന്നെ യൂട്രിൻ കോൺട്രാക്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി മോഡേൺ മെഡിസിനിലുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും. അപ്പോൾ മോഡേൺ ഫാർമക്കോളജി ബയോ ആക്റ്റീവ് പെപ്റ്റൈഡ്സ് ഇതിന്റെ സലൈവയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ട്സ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ത്രോംബോട്ടിക് ആണ്, ഇമ്മ്യൂണോ സപ്രസീവ് ആണ്, ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു മെഡിസിനൽ യൂസേജിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ഇനി ഇത് പരത്തുന്ന അസുഖങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ട്യുലാരമിയ, ട്രൈപ്പനോസോവ, ലോവ, ആന്ത്രാക്സ് മുതലായിട്ടുള്ള പാത്തജൻസിനെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ ഒരുവിധമുള്ള ഈച്ചകളെ എല്ലാവരെയും പോലെ തന്നെ ഇവരെ പിടിക്കാൻ വേണ്ട പ്രെഡേറ്റേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇറാറ്റിക് ഫ്ലൈറ്റും ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെയാണ്.
ഇവരുടെ ലാവാസ് ആണെങ്കിൽ മണ്ണിൽ കുഴിയൂത്തി രക്ഷപ്പെടും. ഇനി ഫൈനലി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. ഗ്രീക്ക് മിത്തോളജിയിൽ ഫാദർ ഓഫ് ട്രാജഡി എന്നറിയപ്പെടുന്ന ഏൻഷ്യൻ ഗ്രീക്ക് ട്രജേഡിയൻ എയ്സ്റ്റലസ് ഈ ഈച്ചകളെ റെഫർ ചെയ്യുന്നത് ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈച്ചകളാണ് ഹോഴ്സ് ഫ്ലൈസ് എന്നാണ്. യൂറോപ്യൻ നാടോടി കഥകളിലാണെങ്കിൽ ഈ ഈച്ചകളുടെ കടിയെ സിംബിളൈസ് ചെയ്യുന്നത് ഡിവൈൻ പണിഷ്മെന്റ് ആയിട്ടോ നേച്ചറിന്റെ ഒരു വാണിങ്ങോ ആയിട്ടോ ഒക്കെയാണ്. പിന്നെ ഈ കാലത്തെ ടാറ്റൂസിലൊക്കെ ഈ ഈച്ച സിംബിളൈസ് ചെയ്യുന്നത് റെസിലിയൻസും വേദനയിൽ കൂടിയുള്ള ട്രാൻസ്ഫോർമേഷൻസും ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ആണെന്നാണ് പറയുന്നത്. തായ്ലാൻഡും അതുപോലെയുള്ള കുറച്ച് റീജിയൻസിലും ഈ ഈച്ചയുടെ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് DNA ബാർകോഡിങ്ങും ജിയോമെട്രിക് മോർഫോമെട്രിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യണേ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.